ഹെൽമറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് ബോധവൽക്കരണവുമായി മലമ്പുഴ പോലീസ്. ഒട്ടേറെ വിനോദസഞ്ചാരികൾ വരുന്ന കേരളത്തിലെ ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലമാണ് മലമ്പുഴ ഉദ്യാനം. ഇവിടങ്ങളിലേക്ക് നിരവധി പഠിക്കുന്ന കുട്ടികൾ, യുവതികൾ ഇവരൊക്കെ ഇരുചക്ര വാഹനങ്ങളുടെ പുറകിലിരുന്നിട്ട് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക. അപ്പോൾ ഇതിന് ഉള്ള മികച്ച ബോധവൽക്കരണവുമായിട്ടാണ് മലമ്പുഴ പോലീസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ ഭാഗത്തുള്ള ആൾക്കാരാണോ? ആണോ? നീ നിന്റെ തല സംരക്ഷിച്ചു. നിന്നെ വിശ്വസിച്ചിട്ട് നിന്റെ പുറകിലിരുന്ന് വന്ന ആൾ നീ എന്ത് ചെയ്തു? പറ. ഫ്രണ്ടാണോ? വീട്ടിലറിയോ? 2-3 ആൾക്കാർ സ്റ്റേഷനിൽ വന്നിട്ടില്ലേ? എല്ലാവരും വീട്ടിൽ പണ്ട് വന്നാണ്. എവിടെ വീട്? അതെവിടെ? പുത്തനൂർ. എല്ലാവരും വന്ന് പുത്തനൂർ. നിങ്ങളൊക്കെ നിങ്ങളുടെ തല സംരക്ഷിച്ചില്ലേ? എന്തുകൊണ്ട് ആ കുട്ടിക്ക് കൊടുത്തില്ല? അല്ല, അത് ക്ലാസ്സാ. അത് വീട്ടിൽ കാണും, കുഴപ്പമില്ല. കൊണ്ട് കണ്ടോട്ടെ. പലപ്പോഴേക്കും ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം വണ്ടിയുടെ ഇൻഷുറൻസും പൊല്യൂഷനും കൊണ്ടാ. അത് വണ്ടിയുടെ ബാക്കി തല സംരക്ഷിക്കാനാണ് നമുക്ക് മുഖ്യം. അതിനാണ് ഈ പോലീസ് ഇത്രയും കഷ്ടപ്പെട്ട്. ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ പോകാനുള്ള സമയമൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ ഈ റോഡ് നിർത്തുന്നതിനാണ് ഇവിടെ വരുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ബോധവൽക്കരണം. കാരണം നിങ്ങൾക്കാണ് ബോധമുള്ളവർക്കാണ് ഇപ്പോൾ ബോധമില്ലാതെ നടക്കുന്നത്. എല്ലാ വിവരങ്ങളും വിദ്യാഭ്യാസമുള്ള ആളുകൾക്കാണ് ഒന്നിനും അനുസരിക്കാതെ എല്ലാ ദിവസവും ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പേപ്പറിലും അതിന് ഫൈനിന് എമൗണ്ട് കൂടി 500 ആണെങ്കിൽ 5000 ആണെങ്കിൽ തരാൻ നിങ്ങൾ വില്ലിങ്ങാണ്. എന്നാൽ പോട്ടെ ഉണ്ട്. ഞങ്ങളുടെ കടമ മാറ്റിയുണ്ട്. ഞങ്ങൾക്കതല്ല, സംരക്ഷിക്കണം, ജനങ്ങളെ സംരക്ഷിക്കണം, അവരുടെ ബാക്കി അപകടങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് വാഹനത്തിന് ചെക്കിങ്. പിന്നെ അതിലൊന്നുകൂടെ ഉള്ളത്, ഇപ്പോൾ ഞാൻ ഈ വാഹനത്തിന് ചെക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ കാണിച്ചു തരാം. ഇൻഷുറൻസ് ഉണ്ടാവില്ല, പൊല്യൂഷൻസ് ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നോക്കി കാണിച്ചു തരാം. ഞാൻ വേണേൽ അടിച്ച് കാണിച്ചു തരാം. ഓരോന്നിനും അടിച്ച് കാണിച്ചു തരാം. നിങ്ങളെടുക്കുന്നില്ല, സാറിന് എടുക്കുന്നില്ല. അതെന്നാൽ കഴിഞ്ഞതും കൂടി വേണേൽ പറഞ്ഞുതരാം. ഈ ഇടയ്ക്ക് വന്നോളൂ. ഈ അടുത്ത് ഒരു 6 മാസം 1 വർഷത്തിനൊക്കെ ഉള്ളൂ. അതിനാണ് ഈ സാധനം രേഖാപ്രമാണം പോലീസ് ഈ റോട്ടിൽ വെച്ച് തന്നെ ചെയ്യണ കാര്യം എന്താണെന്നറിയോ? അതിൽ നിങ്ങൾ പോകുമ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് വിടാം. 23 ജനുവരി 24 കഴിഞ്ഞു. അല്ല, അതിനാണ് പറഞ്ഞത്. അപ്പം നമ്മളിത് നിങ്ങളുടെ ഡിജിറ്റൽ സംവിധാനത്തിൽ അയക്കുന്നത് ഓൺലൈനാണ്. ഓൺലൈനിൽ RTO ഓഫീസുമായിട്ട് ലിങ്കുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ രേഖകളും ഇതിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ലയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും കൂടി ചെയ്യാനാണ്. ശരി, ഞാനിപ്പോൾ വന്നിടാം. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് വേറൊന്നുമല്ല. നിങ്ങൾ ഏറ്റവും വലിയ കുട്ടികൾ നിങ്ങൾ പോകണമെന്നല്ലേ? ആണോ? ഇതിപ്പോൾ അവരൊന്നും ഫോട്ടോ എടുക്കുന്നില്ല. കാരണം വെച്ചാൽ അതിനിപ്പോൾ അത് അവരറിഞ്ഞ പ്രശ്നമുണ്ട്. അത് ഇല്ലാതെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വേഗം എല്ലാവരും ഹെൽമെറ്റ് ഇട്ടു. ഉണ്ടെങ്കിൽ നിങ്ങൾക്കങ്ങനെ ഇന്നൊരു ലക്ഷ്യമുണ്ട്. ഇന്ന് മലമ്പുഴയ്ക്ക് വരണം. എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി മലമ്പുഴയ്ക്ക് വരുന്നതാണ്. പെട്ടെന്നല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു ഹെൽമെറ്റ് വാങ്ങിച്ച് വയ്ക്കുക. കാരണം അറിയോ, ഇന്നിപ്പോൾ ഒഫൻസിൽ നിങ്ങളിപ്പോൾ 5 അല്ല 500 ആണെങ്കിൽ 500 ആണെങ്കിൽ 5000 ആണെങ്കിൽ നിങ്ങൾ കിട്ടും. അതുകൊണ്ടായില്ല എന്തെങ്കിലും അപകടം പറ്റിയാലോ? ഇപ്പം ഞങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്നത് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോയെന്നാണ്. കാരണം അറിയോ, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ 90% അപകട നില ഉണ്ടാവില്ല. ചെറിയ ഇതേ ഉണ്ടാവും. ഇതില്ലെങ്കിൽ ആ 90% അപകടത്തിലേക്കാണ്. 10% വിജയസാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് പോലീസ് ഈ 1-10 കാലമായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. വീട്ടിൽ പോയി കഴിക്കണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് ആളുകളെങ്കിലും ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതിനൊന്ന് ക്ലാസ് കൊടുക്കാമൊക്കെ. നമ്മളൊരു 10 ആൾ പറയുമ്പോൾ ഒരു 4 ആളെങ്കിലും നന്നായി രക്ഷപ്പെട്ടു എന്നെങ്കിൽ അത് നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു സമാധാനം. ഞാനും ഇവരും പാലക്കാട് വരാൻ തീരുമാനിച്ചു. ആയിക്കോട്ടെ. പിന്നെ അവരെല്ലാവരും ഉണ്ട് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഹെൽമെറ്റ്